ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, കീം 2026 വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ കൂടാൻ തുടങ്ങിയിട്ട് ഏപ്രിലിൽ നിങ്ങളുടെ എക്സാം നടക്കുന്ന ടൈമിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമായിട്ട് ഓരോ അപ്ഡേറ്റുകളായിട്ട് അറിഞ്ഞു വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. വളരെയധികം സന്തോഷം. ഇന്നലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്നു. പലർക്കും 10,000-നകത്തൊക്കെ റാങ്ക് കിട്ടി, പ്രതീക്ഷിച്ചതിലധികം റാങ്ക് കിട്ടി. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയാണ് യഥാർത്ഥ ഘട്ടം. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടോപ്പ് കോളേജിൽ ടോപ്പ് സീറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇനി ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ എടുക്കണം, ഏതൊക്കെയാണ് ഇപ്പോൾ സ്കോപ്പ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ, ഏതൊക്കെയാണ് നല്ല കോളേജുകൾ, ഇതിന്റെ എല്ലാം അപ്ഡേറ്റുകൾ എന്തായാലും വീഡിയോകളായിട്ട് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരും. നിങ്ങൾക്ക് സംശയങ്ങൾ ഡയറക്റ്റ് ചോദിക്കാം. ഇന്ന് എന്തായാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്തൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, അതിന്റെ ഒരു ബ്രീഫ് വീഡിയോ ആണ്. അതായത് കീം 2026 റാങ്ക് ലിസ്റ്റ് ജൂൺ 27 വന്നു. ഇനി 29 തീയതിക്കകത്ത് പ്രത്യേകം റാങ്ക് ലിസ്റ്റ് കാറ്റഗറി വൈസ് വരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിയൽ കീം റാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിട്ടുള്ളത് തന്നെയാണ്, അതിൽ ചേഞ്ച് ഇല്ല. കാറ്റഗറി റാങ്ക് വരുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രധാനം എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ ആ റിസർവേഷൻ ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷന്റെ ചാൻസസ് മീൻസ് ഓരോ കോളേജുകളിലും ഇത്ര റിസർവേഷൻ ഇന്ന കാറ്റഗറിക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ ആ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്യണം. അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ജൂൺ 30 മുതൽ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 30 മുതൽ ജൂലൈ 4 വരെ ഏകദേശം ഒരാഴ്ചയോളം അല്ലെങ്കിൽ അതാ ഒരു കുറഞ്ഞ ടൈമുകളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻസ് എന്താണ്? നമ്മൾ +1-ലും +2-ലും ഒക്കെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കീം റാങ്കിന്റെ ബേസിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് കോളേജിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ആ കോളേജിന്റെ ലിസ്റ്റ് അതാത് പ്രയോറിറ്റി ഓർഡറിൽ നമ്മൾ കീമിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയാണ്, ഓപ്ഷൻസ് ചെയ്യുകയാണ്. ഡിഗ്രി ചെയ്യുന്ന പോലെ തന്നെ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും വേണ്ടി നമ്മൾ ചെയ്യുകയാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ ആണ്. അത് വളരെയധികം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാവൂ. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത് എന്തായിരിക്കും ആ ഒരു ടൈമിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ. അത് കഴിഞ്ഞിട്ട് എന്താണ്, നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു, ചിലപ്പോൾ ഇത് ടൈം കുറച്ചുകൂടി നീട്ടിക്കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആ ടൈം കുറച്ചുകൂടി നീട്ടിത്തരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു കഴിഞ്ഞ ജൂലൈ 8-9 തീയതികളിൽ ട്രയൽ അലോട്ട്മെന്റ് ഈ നമ്മൾ വെച്ചിട്ടുള്ള ഓപ്ഷന്റെ അടിസ്ഥാനത്തിൽ ട്രയൽ അലോട്ട്മെന്റ് വരും. ആ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ബാക്കി സമയം കൊടുത്തിട്ട് ഒരു സെക്കൻഡ് വീക്കോട് കൂടി തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫൈനലി നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്. അതിനുശേഷം നിങ്ങൾ കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള ടൈം ആയിരിക്കും. അതെ, ഡയറക്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിലേക്ക് പോയി ടെമ്പററി ആയിട്ടോ അല്ലാതെയോ അഡ്മിഷൻസ് എടുക്കാം. അതും കഴിഞ്ഞിട്ട് അലോട്ട്മെന്റുകളുണ്ട്. തേർഡ് അലോട്ട്മെന്റ് ഇത്തവണ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. എന്നാലും സ്ട്രേ വേക്കൻസിയും സ്പോട്ട് അലോട്ട്മെന്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ വർഷവും വിളിക്കാറുണ്ട്. സോ ഇതൊരു നീണ്ട പ്രൊസീജിയർ ആണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് നോക്കുക. അത് തമ്മിലൊന്നുമല്ല, അതിൽ വേരിയേഷൻ വരാം, എന്നാലും ഏകദേശം ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ അത് സഹായിക്കും. അതിനു പുറമെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളുടെയും കോഴ്സുകളുടെയും കുറഞ്ഞത് 10-15, കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, 10-15 ആ ഓരോ കോമ്പിനേഷനായിട്ട് തയ്യാറാക്കുക. നിങ്ങൾക്ക് എവിടെയാണ് പഠിക്കാൻ ആഗ്രഹം, ഏത് കോഴ്സാണ്, അങ്ങനെ കോമ്പിനേഷനായി തയ്യാറാക്കിയിട്ട് ആ കോഴ്സിനും കോളേജിനും ചേർന്ന കോമ്പിനേഷന് കഴിഞ്ഞ വർഷം കിട്ടിയ റാങ്കിന്റെ ലാസ്റ്റ് കട്ട് ഓഫ് കൂടി നോക്കുക. ഇത്രയും മാത്രം ചെയ്ത് വെക്കുക. ബാക്കി നമ്മൾ എന്തായാലും പറഞ്ഞു തരും. സോ ഗൈസ്, മാക്സിമം സെൽഫ് റിസർച്ച് ഒക്കെ ചെയ്ത് എടുക്കുന്ന കോഴ്സും കോളേജും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് കിട്ടുമോ എന്നുള്ളൊരു അനാലിസിസും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. ഇപ്പോൾ കീം എഴുതിയ വിദ്യാർത്ഥികൾ എന്തായാലും ഹോപ്പ് കളയേണ്ട. ലാസ്റ്റ് നിമിഷം വരെ അഡ്മിഷനുള്ള സാധ്യത ഉണ്ട്, കാത്തിരിക്കാം. അതുപോലെ തന്നെ ഫാർമസിക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്.